ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഒരു അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി ആദ്യം നമ്മൾ അരപ്പൊന്ന് റെഡിയാക്കി വെക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി ഒരു 5 കൊച്ചു ഉള്ളി, 1/2 സ്പൂണ് ജീരകം, 1 പച്ചമുളക്, 1 കപ്പ് തേങ്ങ തിരുമിയത്. ഇനി ഞാൻ ഇതൊന്ന് അരയ്ക്കാൻ പോവുകയാണ്. ഇത് ചുമ്മാ ഒന്ന് അരച്ചാൽ മതി, ഒത്തിരി അരയ്ക്കണ്ട. നമുക്കൊന്ന് ഇത് അരച്ചിട്ട് വരാമേ. ഇതൊത്തിരി നൈസായിട്ട് അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. ഞാൻ അവിയലിനുള്ള അരപ്പ് അരച്ചെടുത്തേ. ഗായ്സ്, ഞാനങ്ങനെ പച്ചക്കറിയെല്ലാം അരിഞ്ഞു വെച്ചു. നീളത്തിലെല്ലാം അരിഞ്ഞു വച്ചിരിക്കുന്നത് ചേന, പടവലങ്ങ, കോവയ്ക്ക, പിന്നെ ക്യാരറ്റ്, ബീൻസ്, ബ്രിഞ്ചോൾ, അങ്ങനെ എന്തെല്ലാം പച്ചക്കറി ഉണ്ടായിരുന്നു എല്ലാം ചേർത്തിട്ടുണ്ട്. പൊട്ടാറ്റോ മാത്രമേ അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ചേനയുള്ളതുകൊണ്ട് പൊട്ടാറ്റോ ചേർത്തിട്ടില്ല. ഏതെങ്കിലും ഒരു കിഴങ്ങ് വർഗ്ഗം നമ്മൾ ചേർത്താൽ മതി. പച്ചമുളക് എല്ലാം ചേർത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കരിയാപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാമേ. ചേന ഞാൻ അടിയിലാണ് വച്ചിരിക്കുന്നത്. ചേന വേഗണിച്ച നേരം എടുക്കും. ഞാൻ ഇതിനകത്ത് 1 സ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് വേവിക്കാൻ വെക്കുവാണേ. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ലോ ഫ്ലെയിം ആക്കാം. ഞാനിവിടെ കഷ്ണം വേവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ കഷ്ണം എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്ത് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ആഡ് ചെയ്യുവാണേ. ഞാനങ്ങനെ അരപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തു. പിന്നെ ഇതൊന്ന് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാമേ. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കതിനകത്ത് ഇച്ചിരി തൈര് ഒഴിക്കാം. ഞാൻ ആ തൈര് ഒഴിച്ചു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാമേ. അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാനതിനകത്ത് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. നിങ്ങളും ഇതേ മെത്തേഡിൽ ഒന്ന് അവിയൽ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. സൂപ്പർ.